ഹായ്, നമ്മൾ കൃത്യം ഉച്ചയ്ക്ക് 1 മണിക്ക് പഞ്ചാബിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളുടെ വാഹനം പഞ്ചാബിൻ്റെ അതിർത്തിയായ ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും അതിർത്തിയിലാണ് നമ്മുടെ വാഹനം പോയി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു വലിയ കോട്ട കണ്ടു, രാജാക്കന്മാരുടെ. ആ കോട്ട ഒരു ലുലു മാളിനെയോ ഒരു വലിയൊരു ഡിമാർട്ടിനെയോ അല്ലെ റിലയൻസിൻ്റെ വലിയൊരു സൂപ്പർ ഷോപ്പിയെയോ മാളിനെയോ വെല്ലുന്ന ഒന്നൊക്കെയാണെന്നാണ് ആദ്യം കരുതിയത്. ഏതോ രാജാവിൻ്റെ പഞ്ചാബിലെ ഏതോ മുഗൾ ചക്രവർത്തിമാരുടെ ഒരു കൊട്ടാരമാണെന്നാണ് കരുതിയത്. പക്ഷെ നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. ക്യാമറ അങ്ങോട്ടൊന്ന് തിരിക്കും, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അതിനുശേഷം പഞ്ചാബിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഫസ്റ്റ് വീഡിയോയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഹവേലി ഹോട്ടൽ. ഇതൊരു ഹോട്ടലാട്ടോ മക്കളെ, ഒന്ന് നോക്കിക്കോ. വലിയ വലിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. സാധാരണ കാറുകൾ, സാധാരണ സംഭവങ്ങൾ ഒക്കെയാണ്. ടോയ്ലറ്റിൻ്റെ ബോർഡ് തന്നെ നമ്മുടെ നാട്ടിലൊരു ഹോട്ടലിൻ്റെ മുറിയുടെ എത്രയുണ്ട്. ഹവേലി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നമുക്ക് എന്തായാലും വലിയൊരു ഗ്രൂപ്പാണ് ഹവേലി. മന്നത്ത് ഹവേലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ പുറത്ത് കാണാറുണ്ട്. ഇത് നോക്കിയേ, പഞ്ചാബികളെ കാണണോ മക്കളെ, പഞ്ചാബികളെ കാണാൻ. എന്തായാലും വലിയ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു തീവണ്ടിയുടെ എൻജിൻ ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. ഒരു ട്രെയിനിൻ്റെ ഒരു എൻജിൻ ഇവിടെ, ചെറിയൊരു എൻജിൻ ഇവിടെ വച്ചിരിക്കുകയാണ്. അത് തന്നെ കാണുമ്പോൾ അറിയാം ഇവൻ നിസ്സാരക്കാരനല്ല, ഒരു ചെറിയ മീനല്ല. ഇതിൻ്റെ പുറത്ത് പാലസ് ഹവേലി എന്ന് പറയുന്ന ഈ ഹോട്ടലിൻ്റെ മറ്റേ വശത്തേക്കും കൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഇത് വലിയ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന മൈസൂറിലെ ഒരു രാജകൊട്ടാരം പോലെ നമുക്ക് തോന്നും. വെറും ഒരു ഹോട്ടലാണ് മക്കളെ, ഹോട്ടൽ. അംബാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഇതിൻ്റെ അകത്തുണ്ട്. വെറുമൊരു ഹോട്ടലിലേക്ക് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് വണ്ടി ഓടിച്ചത് വെറുതെ ആയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. ഹോട്ടൽ മാനേജ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകുവാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അതിവിശാലമായ ലോഡ്ജുകളും റൂമുകളും റെസ്റ്റോറൻറ്റുകളും മാളുകളും ബൺകിറ്റ് ഹാളുകളും ഉൾപ്പെടുന്ന വലിയ വലിയ കല്യാണ കൺവെൻഷൻ സെൻറ്റർ വരെ ഇതിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ഹോട്ടൽ ഇത്രയും കൊച്ചു ഗ്രാമത്തിൽ പഞ്ചാബിലേക്ക് കിടക്കുന്ന കവാടത്തിൽ തന്നെ നമ്മൾ കണ്ടു. വീഡിയോയുടെ ഇതെല്ലാം ഇഷ്ടിക കൊണ്ടാട്ടോ ഉണ്ടാക്കിയേക്കണേ, അതാണ് രസം. ഇഷ്ടിക, വെറും 5 രൂപയുടെ ഇഷ്ടിക കൊണ്ടാണ് ഇതെല്ലാം കെട്ടിപ്പൊക്കിയേക്കണേ. ഈ മതിലിൻ്റെ പൊക്കം തന്നെ 2-2.5 ആളി പൊക്കമുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ വേറെ ഒരാളി പൊക്കത്തിൽ മതിൽ വെച്ചപ്പോഴത്തേക്കും അയൽവക്കത്തുള്ള ഒരുത്തൻ KPBRൻ്റെ ലംഘനമാണ്, താഴെ കരിങ്കല്ലില്ല, സിമെൻറ്റ് ഇഷ്ടികയില്ല എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ക്രിമിനൽ കേസ് കൊടുത്ത ഒരു പയ്യൻ്റെ പേരാണ് ഷിബു വർഗീസ് മുടക്കാൽ. ആ പേരിനെടുത്ത് പറയാൻ കാരണം ആ അതിർത്തി പ്രശ്നം കുറച്ച് നാളായി കിടക്കുന്നു. അത് കുഴപ്പമില്ല, അതിനുള്ള പരിഹാരം ഞാൻ കണ്ടു കഴിഞ്ഞു. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇതൊക്കെ KPBRൻ്റെ കനത്ത ലംഘനമാണ്. അയൽപക്കത്ത് ഒരുത്തൻ പണിയെടുത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിപ്പിക്കാതിരിക്കാം? ഇത്രയുള്ള മതിൽ പണിതിൻ്റെ പേരിലാണ് എനിക്ക് കേസ് കൊടുത്തേക്കണേ. ആ മതിൽ പെടന്ന് നേടും അവൻ്റെ പ്രദേശം മുഴുവൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമുക്ക് ആ വലിയ ഹോട്ടൽ സമുച്ചയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്നോടെ വരാം. ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു നാട്, ഓരോ നാട്ടിലുള്ള ഓരോ ഡെവലപ്മെൻറ്റ്സും ഒരു ഷോയും. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് നോക്കിക്ക്, മുൻവശത്ത് നോക്കിയാൽ പുറവശത്ത് കോളേജ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടുണ്ട് അംബാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. പക്ഷെ ഞങ്ങൾ അതൊന്നും കണ്ടില്ല. സ്വിമ്മിംഗ് പൂൾ, സൽസ ബാർ, കിറ്റി ഹാൾ, പിനാക്സ്, ഓൾ ഡേ ഡൈനിങ്, ബൻഗേറ്റ്സ് റൂംസ്, റീജറ്റ സെൻട്രൽ സിറ്റി എന്ന് കൊടുത്തവന് അംബാല. എന്തായാലും നമ്മൾ ആ ഹോട്ടലിനോട് വിട പറയുകയാണ്. നാഷണൽ ഹൈവേയിലേക്ക് കടക്കുകയാണ്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് നാഷണൽ ഹൈവേ. ഒരിക്കൽ കൂടി ആ ഹോട്ടലിൻ്റെ ദീർഘമായ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് പതുക്കെ അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് അകലുമ്പോഴും
ആ ഹോട്ടൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ആ ഹോട്ടൽ എത്ര വലിയ ഒരു സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചണ്ഡീഗഡ് കൈതാൽ. വീഡിയോയിൽ നമ്മൾ പഞ്ചാബിലേക്ക് കയറിയ ആദ്യത്തെ വീഡിയോ ആണിത്. ആദ്യം ഞങ്ങൾ തമ്മിലുള്ള CID മാർ തമ്മിലുള്ള ഒരു വണ്ടി ഇടിച്ച് തകർന്നു കിടക്കുകയാണ്. മീഡിയനിലാണ് ഇടിച്ചങ്ങനെ. ഞങ്ങൾ എന്തായാലും ചണ്ഡീഗഡ് സിംല റൂട്ടിലാണ് പഞ്ചാബിലേക്ക് പ്രവേശിപ്പിച്ചത്. അമൃത്സർ റൂട്ടിൽ ഞങ്ങൾ കയറിയില്ല. അപ്പോൾ ഇടതേക്ക് പോകാനുള്ള തീരുമാനത്തിനായിരുന്നു മുൻതൂക്കം. അതുകൊണ്ട് ഇടതേക്ക് തന്നെ പോന്നു. ഫസ്റ്റ് വീഡിയോ ഫ്രം പഞ്ചാബ്. അങ്ങ് താഴെ ഹൈവേകൾ പിന്നെയും കാണുന്നു, ബോർഡുകൾ കാണുന്നു. ജിന്ദ്, കൈതാൽ, റോത്തക്, നാറുനൽ. എന്തൊക്കെയാണോ എന്ത് ദൈവം കുളിക്കും. എന്തെങ്കിലും ആവട്ടെ. ആദ്യം വന്നാൽ ശശി. പരിസര പ്രദേശങ്ങൾ, പ്രാന്ത പ്രദേശങ്ങൾ, ഈ സിമെന്റ് റോഡുകൾ. പഞ്ചാബും ഒരു ചെറിയ മീനല്ല. പഞ്ചാബും ഞാൻ കേട്ടിട്ടുണ്ട് പബ്ബുകൾ. ഇന്ത്യയിൽ പബ്ബുകൾ ഓരോ കിലോമീറ്ററിലുമുള്ള സുരക്ഷിതമായി പബ്ബുകൾ നടത്തുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഗവൺമെൻറ് ഓഫ് ഹരിയാനയുടെ ഒരു ജീപ്പ് നമ്മുടെ വാഹനത്തിന് മുന്നിലൂടെ പാഞ്ഞു പോകുന്നുണ്ട്. അംബാല പോലീസ് സ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റോഡിൽ പോലീസ് നിൽക്കുന്നുണ്ട്. വഴിയിൽ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാമൂ. പഞ്ചാബിനെ കുറിച്ചോ ഹരിയാനയെ കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് വായിലെ നാക്ക് വായിൽ കിടക്കുകയില്ല. ഓരോ ഫോട്ടോ കാണുമ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കാണുന്ന കാഴ്ച പറയാനല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. സ്കോച്ച് വിസ്കി 90 രൂപ, 900 രൂപ, 300 രൂപ. അതേ ബോർഡ് വെച്ചേക്കണം അവിടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പബ്ബുകളും കള്ളുകളും മദ്യവും പബ്ബും കൃഷിയും മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഓരോ കിലോമീറ്ററിലും പബ്ബുകളുണ്ട്, ഡാൻസ് ബാറുകളുണ്ട്. പഞ്ചാബിൻ്റെ നഗര പ്രദേശങ്ങളിൽ ഉണ്ടോ. സോണ പ്രസ്റ്റിൻ ഹോട്ടൽ ആൻഡ് റിസോർട്ട് റൂംസ് ബൺഗിറ്റ്. മറ്റൊരു ഹോട്ടൽ കാണുന്നു. റെസ്റ്റോ ബാറുണ്ട്, 3 റെസ്റ്റോ ബാറുണ്ട്. ലഞ്ച്, ഡിന്നർ, എല്ലാവിധ കേളികളും ഇവിടെ അരങ്ങേറുകയാണ്. പഴയകാല കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ശിവദേവൻ്റെ മഹാപ്രതിമ അവിടെ ഇരിപ്പുണ്ട്. ശിവഭഗവാന്റെ ഭയങ്കര പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. ഒരു സ്വർണ്ണ താഴികക്കുടം കാണാം. ഇതൊരു മറ്റൊരു അമ്പലമാണ്. അൻസർ ഫർണിച്ചർ എന്നൊരു ബോർഡ് കാണുന്നുണ്ട്. അതെന്താ നോക്കിയത്? പച്കുള ഫർണിച്ചറിൻ്റെ പരസ്യമാണ്. ഇവിടെ 4 വരി പാതയേ ഉള്ളൂ. റോഡിന് വീതി കുറവാണ്. എന്നാൽ കുറവാണോ? ഒട്ടല്ലതാണ്. കൂടുതലാണോ? കൂടുതലല്ലതാണ്. ഒരു ചെറിയ പാലം കടന്നു. ഇവിടെ കെട്ടിടങ്ങളൊന്നും കാണാനില്ല. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആള് അവിടെ നിൽക്കും. നമ്മളിപ്പോൾ കറക്റ്റ് ഗൂഗിൾ മാപ്പിലും പഞ്ചാബിലേക്ക് കടന്നു എന്ന് കാണിച്ചു. ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ നമ്മൾ പഞ്ചാബിലേക്ക് കടന്നിരിക്കുകയാണ്. ചണ്ഡീഗഡ് അംബാല എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷേ എക്സ്പ്രസ് വേയുടെ ഒരു വീതി ഒന്നും ഇവിടെ കാണുന്നില്ല. ഒരു പക്ഷെ വരാൻ പോവുകയായിരിക്കും. ഇത് നാഷണൽ ഹൈവേയുടെയാണ്. അതുകൊണ്ട് ഇതൊരു എക്സ്പ്രസ് വേ അല്ല, BOT റോഡാണ്, ദേശീയപാതയുടെ. അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡ്രൈവ് ഇൻ 22 റിസോർട്ട് എന്ന് വലതേക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ട്. അടുത്ത ഭീമൻ. ഇതേ ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് വൈൻ ഷോപ്പ്, ബിയർ ഷോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. ഇങ്ങനെ കള്ള് ഷോപ്പ് മാത്രമേ ഉള്ളൂ. ഇതേ അങ്ങോട്ട് നോക്കും. ആ കാണുന്ന റിസോർട്ടിലേക്കുള്ള ബോർഡാണ് ഇപ്പോൾ കാണിച്ചത്. വമ്പൻ റിസോർട്ട് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം. എല്ലാ റിസോർട്ടിൻ്റെ വാതിക്കലും പെട്രോൾ പമ്പുകളുടെ വാതിക്കലും ബ്രാൻഡി ഷോപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സർദാർജി വരുന്നു. അല്ല, തലയിൽ തൊപ്പിയല്ല, അദ്ദേഹത്തിൻ്റെ മുടിയുടെ വെളുപ്പായിരുന്നു. ഞാനത് പഞ്ചാബികളുടെ തൊപ്പിയാണെന്ന് ഓർത്തു. ബഗടി ഹോട്ടലിൽ
കൃപാൻ തൂക്കിയിട്ടുണ്ട് ഒരാൾ. ഇത് നോക്കൂ, റോഡ് സൈഡിലുള്ള കൊച്ചു കൊച്ചു ദബ്ബകൾ കണ്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ഭക്ഷണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ബീഡി, സിഗരറ്റ്, മൊബൈൽ ഫോൺ, അങ്ങനെ എല്ലാവിധ സെയിൽ ചെയ്യുന്ന ഇതേ കാട്ടിൻ്റെ അകത്ത് ഗോതമ്പ് കൃഷി. 4 മരം നിന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അപ്പം കൊണ്ടേ ഗോതമ്പ് കൃഷി. ഒരു സകല സ്ഥലം വരുമ്പോൾ വെറുതെ വയ്ക്കില്ല. ഉണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ചീഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യും. ഇങ്ങോട്ട് നോക്കി, നിങ്ങളെ നോക്കി, ഇവിടെ ഈ കാട്ടിൽ കൊണ്ട് ഈ ചെളിക്കകത്ത് അവിടെ കൊണ്ട് ഗോതമ്പ് പാടം ഉണ്ടാക്കിയേക്കുവാണ്. അപ്പുറത്ത് തീവണ്ടിപ്പാളാണ്, ഇപ്പുറത്തെ റോഡാണ്. ഇവിടെ വല്ല വെള്ളവും കിട്ടും. പക്ഷെ അവിടെ ആ ഉള്ള വെള്ളത്തിൽ അവർ അത്ര സ്ഥലത്ത് കൃഷി ഇറക്കി. ഇനിയും 2 ഡബ്ബകൾ അടുത്തടുത്ത് ഇങ്ങനെ കൈ കാണിക്കുക. വാ മക്കളെ കയറി പാട മക്കളെ എന്നാണ് പറഞ്ഞത്. ഇത് പഞ്ചാബിന്റെ ഒരു തനതായ ശൈലിയിലേക്കോ അതവരുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന കവാടങ്ങളിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് അല്ല നമുക്ക് തോന്നുന്നത്. മനസ്സിലിപ്പോഴും 10 മിനിറ്റ് മുമ്പ് തങ്ങി നിന്ന ആ ഹരിയാനയുടെ ഓർമ്മകൾ മാത്രം. ആ ഹരിയാനയുടെ തന്നെ ഒരു ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പഞ്ചാബികളെ കണ്ടു തുടങ്ങി. ഹരിയാനയുടെ ആ ഹാങ് ഓവർ നമ്മളെ വിട്ടുമായുന്നില്ല. ആ റെയിൽവേ സ്റ്റേഷൻ തീവണ്ടിപ്പാളം ഇപ്പോഴും നമ്മളോട് പോരും കേട്ടോ. വേറെ പറയൂ, ട്രെയിൻ പളം വിത്ത് മീ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഈ തീവണ്ടിപ്പാളം ഏതാണ്ട് ഡൽഹിയിൽ നിന്ന് 10-40 കിലോമീറ്റർ ആയി ഇത് കൂടെ പോകുന്നത്. എന്തായാലും റോഡിന് അല്പം വീതി കുറവുണ്ട് ഹരിയാനനെ വെച്ച്. ഹരിയാനനെ അപേക്ഷിച്ച് വീതി കുറവുണ്ട്. ഇവിടെ വീതി കൂടുമോ, വീതി കൂടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അമറിന്ദർ സിംഗ് എന്ന ഒരു പുലിയായ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ 5 വർഷം പഞ്ചാബ് ഭരിച്ചിരുന്നത്. ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അമറിന്ദർ സിംഗ്. അദ്ദേഹം ഒരു പട്ടാളക്കാരൻ കൂടിയായിരുന്നു, ഒരു ക്യാപ്റ്റൻ അമറിന്ദർ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമരീന്ദർ സിംഗ് കോൺഗ്രസിൻ്റെ തലപ്പത്തെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം അത്ര ചേർച്ചയിലായിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം മൈൻഡ് ചെയ്തിരുന്നില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെയും മൈൻഡ് ചെയ്തിരുന്നില്ല. ആസാം മുഖ്യമന്ത്രിയോട് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും പഞ്ചാബിലെ 5 വർഷത്തെ മുഖ്യമന്ത്രി പദത്തോടെ അവസാനിച്ചു. കോൺഗ്രസ് 2 പാത്രത്തിലായി. തുടർന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഡൽഹിയിൽ നിന്ന് ഏതാണ്ട് 250-നും 300-നും ഇടയ്ക്ക് നീളം മാത്രമേ ഈ പഞ്ചാബിലേക്കുള്ളൂ. ഈ പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് എനിക്ക് അറിയില്ല. ആരുടെയും ചോദിച്ചിട്ട് വഴിയിൽ ബോർഡ് വല്ലതും കണ്ടാൽ അപ്പോൾ പറയാനേ കഴിയൂ. ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ പോയി കാണുമ്പോഴാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടാം, ചിലപ്പോൾ വളരെ മോശപ്പെട്ട കാഴ്ചകളും ആയിരിക്കാം. എന്തായാലും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ.